ഭക്ഷ്യശേഖരണത്തിന് ഉൾക്കാട്ടിലെ സെറ്റിൽമെന്റിലേക്ക് പോയിട്ടുള്ള ഒരു സംഘം. ഡോണ ആൻഡ് ടീം ഒരു വശത്ത്, മാജിക് മഷ്റൂമിന്റെ ലഹരി പിടിച്ച് രഹസ്യങ്ങൾ അറിയാൻ ഇറങ്ങി തിരിച്ചിട്ടുള്ള ജെയ്ഡും ബോയ്ഡും മറുവശത്ത്. സ്റ്റോറി വാക്കിംഗ് എന്ന അപകടമേറിയ പരീക്ഷണങ്ങളുമായി ജൂലിയും റാൻഡലും ഇന്നൊരു സൈഡിൽ. തുടക്കം തന്നെ നമുക്ക് സെറ്റിൽമെന്റിലേക്ക് പോകാം. കാരണം അവിടെയുള്ള ആ തടാകം ഈദൻ കരുതിയ പോലെ ലേക്ക് ഓഫ് ടീയേഴ്സ് അല്ലെന്ന് വ്യക്തമായിരിക്കുകയാണ്. വഴിയിൽ വെച്ച് കണ്ടെത്തിയ ആ കിളി ചത്തു. അതിൻ്റെ മേൽ വെള്ളം ഒഴിച്ചിട്ടൊന്നും അതിൻ്റെ മുറിവ് ഹീലായതുമില്ല. അതിനൊരു മാറ്റവും ഉണ്ടായില്ല. സംഘത്തിലെ ഒരുവനായ റോജർ കയർ പിടിച്ച് വലിച്ചപ്പോൾ പൊങ്ങി വന്ന ആ വസ്തു എന്താണത് എന്നറിയാതെ 4 പേരും അവിടെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഒരു പുതിയ വസ്തു ടൗൺഷിപ്പിലേക്ക് എങ്ങനെയുള്ള പുതിയ വിപത്തുകളും ഭീകരതകളുമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് റോജറിന് വലിയ രീതിയിലുള്ള ആശങ്കകളും പേടിയും ഉണ്ടായിരുന്നു. എങ്കിലും ഡോണ മറ്റൊന്നും ആലോചിക്കാതെ എല്ലാവരോടും ആ വസ്തുവിനെ ആ കയറിൻ്റെ സഹായത്തോടെ വലിച്ച് കരയിലേക്ക് കയറ്റാൻ ആവശ്യപ്പെടുന്നു. കാരണം അതെന്താണെന്ന് അറിഞ്ഞേ പറ്റൂ. തിരിച്ച് ടൗണിലേക്ക് പോയി മറ്റുള്ളവരെ കൂട്ടി വരാനാണെങ്കിൽ നടക്കുകയുമില്ല. കാരണം ഇരുട്ട് മുന്നേ എത്തിപ്പെടാൻ ഈ സമയമില്ല. എല്ലിസ് ശാന്തനാണ്. ഡോണ പറയുന്ന കേട്ട് എന്തായാലും വലിച്ചേറ്റി നോക്കുക തന്നെ, അതിപ്പോൾ ശവമായാലും വേറെ എന്തു തന്നെയായാലും എന്ന തീരുമാനത്തിൽ അവർ കയർ വലിച്ചു കയറ്റുന്നു. എന്നാൽ റോജർ ആ കയറിൽ തൊടാൻ പോലും കൂട്ടാക്കുന്നില്ല. ഡോണയും പാറ്റിയും എല്ലിസും ഒക്കെ ചേർന്ന് തങ്ങളുടെ സർവ്വശക്തി ഉപയോഗിച്ച് ആ ഭാരമേറിയ വസ്തുവിനെ കരയിലേക്ക് വലിച്ചേറ്റാൻ കഷ്ടപ്പെടുമ്പോൾ അവൻ ഭയത്തോടെ കുറച്ച് മാറി നോക്കി നിൽക്കുക മാത്രമാണ്. ആ തടാകത്തിൽ നിന്നും പൊങ്ങി വന്ന വസ്തുവിൽ തൊട്ടാൽ തനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ശാപമോ ദോഷമോ കിട്ടുമോ എന്നുള്ളൊരു പേടി. പച്ചച്ചെമ്മീനിലെങ്കിലും കുളവാഴയും പായലും ഒക്കെയായി മൂടിക്കിടക്കുന്ന ആ വസ്തുവിനെ കരയ്ക്കോട്ട് അടുപ്പിക്കുമ്പോൾ ഇതേ സമയം അവിടെ പോസ്റ്റ് ഓഫീസിൽ ജെയ്ഡ് കഴിച്ച മാജിക് മഷ്റൂം കുറേ വൈകിയാണേലും മെല്ലെ ശരീരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവുന്നതും ബോയ്ഡിനെ അറിയിച്ചങ്ങനെ ജനാലിലേക്ക് അടുത്തേക്ക് ചെന്ന് നിൽക്കെ ചില ഹാലൂസിനേഷൻസ് വരുവാണ്. മോട്ടൽ ബോർഡിൽ ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നത് നോക്കി നിൽക്കെ ഒരു ചിലന്തി. വൈകാതെ അത് പല ചിലന്തികളായി അവൻ്റെ ശരീരത്തിലേക്ക് ഇഴഞ്ഞു കയറുന്നത് പോലെ തോന്നി വിരളാൻ തുടങ്ങുന്നതും ബോയ്ഡ് ഇടപെട്ട് ശാന്തനാക്കുന്നു. ഹാലൂസിനേഷൻ്റെ തുടക്കം തന്നെ ചിലന്തിയുടെ ഒരു വിഷൻ വന്നത് എന്തായാലും വെറുതെയല്ല. കാരണം ഈ ടൗൺഷിപ്പിൽ ചിലന്തികൾ എന്നത് ഒരു പ്രധാനപ്പെട്ട അടയാളമാണ്. വിക്ടറിൻ്റെ ഡ്രോയിങ്, ബോയ്ഡും സേറയും കാട്ടിൽ വെച്ച് കണ്ട ചിലന്തി വലകളും ഈദൻ്റെ സ്വപ്നത്തിലെ സീലിംഗിൽ നിന്ന് തൂങ്ങി വന്ന ചിലന്തിയുമൊക്കെ വെച്ചിട്ട് ഈ സ്പൈഡർ മെൻഷനിങ് അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തൊക്കെയായാലും ഒരു കാട്ടുകൂണാണ് അവൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി എന്തായാലും ഭവിഷ്യത്തുണ്ടാകുമോ എന്നുള്ള ആശങ്കയിൽ ബോയ്ഡ് ഒന്ന് ക്രിസ്റ്റിക്കടുത്തേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും എന്തായാലും അതൊന്നും വേണ്ടെന്ന് ജെയ്ഡ് നിൽക്കുവാണ്. തങ്ങൾ ഈ ഒരു ഡ്രഗ് ട്രിപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അവർ ഒരുമിച്ച് പ്ലാൻ ചെയ്യാൻ തുടങ്ങുന്നു. ജെയ്ഡ് ബോയ്ഡിനോടായി ഒരു കാര്യം ആവശ്യപ്പെടുന്നു. തനിക്ക് ചുറ്റും കാണുന്ന കാര്യങ്ങളിൽ ഏതാണ് യാഥാർത്ഥ്യമെന്നും ഏതാണ് വെറും തോന്നലെന്നും ബോയ്ഡ് കൃത്യമായി പറഞ്ഞു നൽകണം. കൂടാതെ തങ്ങൾക്ക് പരസ്പരം ആശയവിനിമയം നടത്താൻ ഒരു സേഫ് വേർഡ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുന്നത് പോലെ തോന്നി തുടങ്ങിയാൽ ബോയ്ഡിൻ്റെ ട്രാൻസ് അവസ്ഥയിൽ നിന്ന് തിരിച്ചു വരാൻ അവന് ഒരു അലേർട്ട് കൊടുക്കാനുള്ള വാക്ക്, അതെന്ത് വേണമെന്ന് അവൻ തന്നെ പറയാൻ ബോയ്ഡ് നിൽക്കുന്ന കണ്ട് ചൂസ് ചെയ്യുന്ന ഒരു വേർഡ് കാപ്രിക്കോൺ. ജെയ്ഡ് എന്തുകൊണ്ടാണ് ഈ ഒരു വാക്ക് തിരഞ്ഞെടുത്തത് എന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും ആസ്ട്രോളജി പ്രകാരം കാപ്രിക്കോൺ എന്ന നക്ഷത്ര സമൂഹം ഗ്രീക്ക് ദൈവമായ പാൻ എന്ന ദൈവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പാൻ എന്നത് സംഗീതത്തിൻ്റെ ദൈവം കൂടിയാണ്. അയാൾ സംഗീതത്തിൻ്റെ രാജാവാകുന്നു. ജെയ്ഡ് ഒരു മികച്ച വയലിനിസ്റ്റ് കൂടി ആയതുകൊണ്ട് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ ഈ വാക്ക് തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ജെയ്ഡിൻ്റെ രാശി കാപ്രിക്കോൺ ആയതുകൊണ്ടും ആകാം. എന്തായാലും അവർ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുന്നു. വെറുതെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇങ്ങനെ പോസ്റ്റായി സമയം കളഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്നും തൻ്റെ മുൻ ജന്മത്തിലെ ഓർമ്മകൾ ഉണരണമെങ്കിൽ കാട്ടിലേക്ക് പോകണമെന്നും ജെയ്ഡ് ചിന്തിക്കുന്നു. മോട്ടലിലെ ദിസ് വേ എന്ന സൈൻ ബോർഡ് കണ്ട് ജെയ്ഡ് ഇതൊരു സൂചനയായിരിക്കാം എന്ന പോലെ ആ വഴിയാണ് തങ്ങൾ പോകേണ്ടത് എന്നുറപ്പിക്കുന്നു. ബോയ്ഡ് ഒരു ഗൈഡായി അവനെ ഒട്ടും ചോദ്യം ചെയ്യാതെ പുറകെ തന്നെ പോകുന്നു. അവരങ്ങനെ നടന്ന് കാട്ടുപ്രദേശത്തേക്ക് എത്തി ജെയ്ഡിന് കിക്ക് കൂടി തലയിറങ്ങി ഛർദ്ദിക്കാനൊക്കെ തുടങ്ങുവാണ്. ഓഹോ! സേറയെ പരീക്ഷിക്കാനായി സോഫിയ നടത്തിയ തന്ത്രം. അവൾ സ്വിമ്മിംഗ് പൂളിൽ വീണ വഴിക്ക് കൈത്തണ്ട ഒടിഞ്ഞത് നമ്മൾ കണ്ടിരുന്നു. വൈകാതെ ക്ലിനിക്കിലേക്ക് എത്തി ക്രിസ്റ്റിയും മരിയലും ചേർന്ന് സോഫിയുടെ ബ്രോക്കൺ ട്രസ്റ്റ് ശരിയാക്കാൻ ശ്രമിക്കുകയാണ്. അയ്യോ വേണ്ട, എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ അവൾ ഒരേ വിഷയം. മരിയൽ ആശ്വസിപ്പിക്കുമ്പോൾ അവരറിയുന്നില്ലല്ലോ ഈ ഐറ്റത്തിന് എല്ലുകൾ ഏത് വിധേന വേണമെങ്കിലും സ്വയം ഒടിച്ച് പല രൂപത്തിലാക്കാമെന്നുള്ളത്. ക്രിസ്റ്റി വളരെ ശ്രദ്ധയോടെ അവളുടെ ഒടിഞ്ഞ അസ്ഥി കൃത്യമായ സ്ഥാനത്ത് ഉറപ്പിച്ചതിന് ശേഷം ആ കൈക്ക് സപ്പോർട്ട് നൽകാനായി ഒരു ബ്രേസ് എടുത്തുകൊണ്ടുവരാൻ മരിയലിനോട് ആവശ്യപ്പെടുന്നു. ഈ സംഭവം പുറത്തിടക്കുന്ന ആംബുലൻസിൽ ഒന്നിരിപ്പുണ്ട്. മരിയലോടും തന്നെ അതെടുക്കാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ജൂലിയും റാൻഡലും അങ്ങോട്ടേക്ക് എത്തുന്നത് കാണുന്നത്. തങ്ങളുടെ സ്റ്റോറി വാക്കിംഗ് പരീക്ഷണം പരാജയപ്പെട്ടതിൻ്റെ കടുത്ത നിരാശയിലും ദേഷ്യത്തിലുമായിരുന്നു അവർ രണ്ടുപേരും. ജൂലിയുടെ പുതിയ ഹെയർ സ്റ്റൈൽ കണ്ട് മരിയൽ ചോദിക്കുന്നെങ്കിലും വലുതായി മറുപടിയൊന്നും പറയാതെ പോകുന്നതിൽ നിന്ന് അവളുടെ ഫ്രസ്ട്രേഷൻ വ്യക്തമാണ്. മരിയൽ അങ്ങനെ ആംബുലൻസിൻ്റെ ഉള്ളിലേക്ക് കയറി ക്യാബിനറ്റുകൾ തുറന്ന് ബ്രേസ് തപ്പാൻ തുടങ്ങുന്നതും അവളെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആ ക്യാബിനറ്റിൽ നിന്നും പെട്ടെന്ന് 2 വലിയ ഇരുമ്പ് ചങ്ങലകളും കൈവിലങ്ങുകളും അവളെ ശക്തമായി ലോക്കാക്കുന്നു. ഇതേസമയം ആംബുലൻസിലെ റേഡിയോയിലൂടെ ഭയാനകമായ നിലവിളിയും അലർച്ചയുമൊക്കെ. മുമ്പ് ഡഞ്ചനിൽ ട്രാപ്ഡായിരുന്നപ്പോൾ അവൾ ഉൾപ്പെടെയുള്ള മൂവരും കേട്ട ആ അലർച്ച പോലെ. ഇതൊരു ഭീകര സിറ്റുവേഷനാണ് മരിയലിന്.
കാരണം കുറേ കാലങ്ങളെ കുഴപ്പമൊന്നും ഇല്ലാതിരുന്നതാണ്, ഇപ്പോൾ വീണ്ടും തുടങ്ങിയിരിക്കുന്നു. ഇതൊക്കെ അവിടെ നടക്കുമ്പോൾ നമ്മുടെ ഈദനും തബീത്തയും ആ ചത്ത പക്ഷി അടക്കം ചെയ്ത ശേഷം മറ്റുള്ളവർ നിൽക്കുന്ന തടാകക്കരയിലേക്ക് മടങ്ങിയെത്തുന്നു. അവരവിടെ എത്തുമ്പോഴേക്കും ഡോണിയും സംഘവും ചേർന്ന് ആ തടാകത്തിൽ കിടന്ന വസ്തുക്കളെ വിജയകരമായി കരയിലേക്ക് വലിച്ചു കയറ്റിയിരുന്നു. എല്ലാവരും വിചാരിച്ച പോലെ അവ മനുഷ്യരുടെ ശവശരീരങ്ങളൊന്നും ആയിരുന്നില്ല. പകരം മനുഷ്യൻ്റെ അത്രയും വലുപ്പമുള്ള കുറേ വലിയ പാവകളായിരുന്നു അവ. നാശം പിടിച്ചൊരു സ്ഥലമാണിത്. അതുകൊണ്ട് ഇനി ആ പാവകൾ എന്തെങ്കിലും തരത്തിലുള്ള രഹസ്യങ്ങളോ ചതിക്കുഴികളോ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ ഡോണ ഒട്ടും സമയം കളയാതെ തന്നെ ഒരു പാവയുടെ നെഞ്ചേറി ഉള്ളിലേക്ക് നോക്കുന്നു. എന്നാൽ സംശയാസ്പദമായി ഒന്നും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. സാധാരണ പാവകളിൽ നിറയ്ക്കുന്നത് പോലെ വെറും കമ്പിളിയും തുണികഷ്ണങ്ങളും മാത്രമാണ് അതിനുള്ളിൽ സ്റ്റഫ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കുകയോ അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ നമ്മൾ ആ രംഗം വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ ഒരു വലിയ രഹസ്യം അവിടെ കാണാൻ സാധിക്കും. ആ പാവകളുടെ പുറം ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ സ്കിൻ വെള്ളത്തിൽ കിടന്ന് പൂർണ്ണമായും നനഞ്ഞിരിക്കുകയാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിറച്ചിരിക്കുന്ന ആ കമ്പിളിയും തുണികളും ഒട്ടും തന്നെ നനയാതെ തികച്ചും വരണ്ടുണങ്ങിയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ആ പാവകൾ തടാകത്തിലെ വെള്ളത്തിനടിയിൽ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം മുങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് അല്പം പോലും അരിച്ചിറങ്ങിയിട്ടില്ല എന്നുള്ളത് വളരെ വിചിത്രമായ കാര്യമാണ്. എന്തായാലും ഇത് നല്ലതിനല്ല. ഈ പാവകളുടെ ഉൾവശം കൂടി കണ്ടതോടെ ഡോണയ്ക്കും ഇതിനും അടക്കം എല്ലാവർക്കും മനസ്സിലായി അത് സ്കെയർ ക്രോസ് ആണ്. പറമ്പുകളിൽ പക്ഷികളെയും മറ്റും വെട്ടാൻ വേണ്ടി കുത്തിവയ്ക്കുന്ന കോലങ്ങൾ നമ്മൾ ഹൗസ് മൂവിങ് ഗ്യാസിലും മറ്റും കാണുന്ന പോലെ. ഇവിടെ ഡോണയ്ക്ക് നല്ല രീതിക്ക് ഒരു ടെൻഷൻ വരുന്ന കാര്യം കരയിൽ കുത്തിവയ്ക്കുന്ന ഈ സാമാനങ്ങളാണ് ആരോ വെള്ളത്തിലിങ്ങനെ മുക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലേക്കിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അടക്കി നിർത്തിയിരിക്കുന്ന എന്തോ ഒരു വലിയ ശക്തിയെ പുറത്തേക്ക് വരാൻ അനുവദിക്കാതെ ഉള്ളിൽ തന്നെ തളച്ചിടാൻ വേണ്ടിയാണ് ഈ സ്കെയർ ക്രോകളെ വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്നത് എന്നാണ് ഡോണ വിശ്വസിക്കുന്നത്. എന്നാൽ ഡോണ എന്തുകൊണ്ട് മറ്റൊരു വശത്തെക്കുറിച്ച് ചിന്തിക്കാത്തതെന്ന് മനസ്സിലാകുന്നില്ല. ഒരുപക്ഷെ മനുഷ്യർ ആരും തന്നെ ആ തടാകത്തിലേക്ക് ഇറങ്ങാതിരിക്കാനും അതിൻ്റെ അടിത്തട്ടിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നറിയാതിരിക്കാൻ വേണ്ടി അവരെ ഭയപ്പെടുത്തി ദൂരെ നിർത്താൻ സ്ഥാപിച്ച കാവൽക്കാരാണെങ്കിലോ ഈ പാവകൾ. കാരണം എന്തുതന്നെ ആയാലും അവരിപ്പോൾ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു. ഈ പാവകൾ കാരണം തങ്ങൾക്ക് ഇനി കൂടുതൽ തലവേദനയോ പ്രശ്നങ്ങളോ ഉണ്ടാകേണ്ട എന്ന് കരുതി അവർ ആ പാവകളുടെ ഉള്ളിലേക്ക് ഭാരമേറിയ വലിയ പാറക്കല്ലുകൾ തിരികെ കയറ്റാൻ തുടങ്ങുന്നു. ജെയ്ഡും ബോയ്ഡും അങ്ങനെ കാട്ടിലേക്കെത്തി അവൻ്റെ ലഹരി മൂത്തങ്ങനെ കിറിഞ്ചി നിൽക്കേ ഇനി എന്താണെന്ന് ബോയ്ഡ് ചോദിക്കുവാണ്. വെറുതെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ പോകുന്നുണ്ടോ? ഇത് കേൾക്കുന്നതും ജെയ്ഡിന് പെട്ടെന്നൊരു ചിരി വരുന്നതിന് കാരണം ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് അവൻ അറിയാം, പക്ഷെ മറന്നുപോയതാണ്. ഇനി ചെയ്യേണ്ടത് ഈ ടൗണിനോട് ചോദിക്കുക എന്നതാണ് എന്താണ് വേണ്ടതെന്ന്. പ്രൊമോ ബ്രേക്ക് ഡൗണിൽ പറഞ്ഞിരുന്നില്ലേ, മുമ്പൊരിക്കൽ ജെയ്ഡും ജിമ്മും തബീത്തയും ഇതുപോലെ കണ്ടുപിടുത്തതിന് വേണ്ടി നിന്നപ്പോൾ അവൻ ദേഷ്യം വന്ന് അന്തരീക്ഷത്തിലേക്ക് സംസാരിച്ചതിന് പിന്നാലെയായിരുന്നു അവർക്ക് പുതിയൊരു ക്രൂഷ്യൽ ക്ലൂ ലഭിച്ചത്. ദാറ്റ് വാസ് കുപ്പിക്കുള്ളിലെ നമ്പറുകൾ മ്യൂസിക്കൽ നോട്ട്സ് ആണെന്ന്. അത് ഓർമ്മ വന്ന ജെയ്ഡ് ശൂന്യതയിലേക്ക് നോക്കി തന്റെ മുൻ ജന്മത്തിലെയും മനസ്സിൽ മൂടിയിരിപ്പുള്ള ഓർമ്മകളെക്കുറിച്ചും കാട്ടിത്തരാൻ ഉറച്ചു പറയുന്നു. അത് വെച്ചിട്ട് ഈ ടൗണിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ത് വഴിയാണുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് സൂക്ഷ്മം പോലെ അത് വർക്കാവുകയും ചെയ്തു. നിമിഷങ്ങൾക്കുള്ളിൽ അവനൊരു വയലിൻ സംഗീതം കേൾക്കുവാണ്. നോക്കുമ്പോൾ ദൂരെയായി നീല ഷർട്ട് ധരിച്ച ഒരു ബാലൻ നിന്ന് വായിക്കുന്നതാണത്. പൊട്ടനാട്ടം കാണുന്ന പോലെ നിൽക്കുന്ന ബോയ്ഡിന് തീർച്ചയായും ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. അവൻ ഷെരീഫിനോട് പറയുന്നതിലൂടെ നമ്മളും അറിയുകയാണ് ജെയ്ഡ് മറന്നുപോയിരുന്ന 12 വയസ്സുള്ള സമയത്തെ അവൻ്റെ തന്നെ രൂപമാണത്. തൻ്റെ മുത്തശ്ശി മരണപ്പെട്ട ദിവസം താൻ വായിച്ച അതേ നിഗൂഢമായ ഈണമാണ് ആ കുട്ടി അവിടെ വായിച്ചുകൊണ്ടിരുന്നത്. അന്ത്യാഭിലാഷം എന്ന പോലെ അമ്മാമ്മയ്ക്ക് വേണ്ടി ആ സംഗീതം വായിച്ചതിന് പിന്നാലെയായിരുന്നു അവരുടെ മരണവും. ഇത് ജെയ്ഡിൻ്റെ മനസ്സ് തകരുന്ന ഓർമ്മയാണ്. കാരണം അവൻ്റെ ജീവിതം അച്ഛനും അമ്മയോ അത്തല്ലായിരുന്നു, മുത്തശ്ശിയുമായിട്ടായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞതാണ് മുമ്പൊരിക്കൽ കെന്നിയുടെ അമ്മ ടിയാൻ ചെന്നിമൊത്ത് നിന്ന വഴി. അതാണ് ജെയ്ഡിന് അവരുടെ ഒരു പ്രത്യേക സ്നേഹമുള്ളതും എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യുന്നതും. ഇപ്പോൾ മുത്തശ്ശിയുടെ അന്ത്യത്തെക്കുറിച്ചുള്ള ഓർമ്മ വന്നോടെ ജെയ്ഡിന് സഹിക്കാൻ വയ്യാതെ ഇതൊന്നുമല്ല ഞാൻ ചോദിച്ചതിൻ്റെ ഓർമ്മകൾ, നമുക്ക് ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞ് ബോയ്ഡിനെ വിളിച്ച് തിരികെ പോകാൻ നിൽക്കെ പൊടുന്നനെ കുട്ടി ജെയ്ഡ് മുന്നിൽ നിൽക്കുന്നു. തിരിയുമ്പോൾ കാണാം കണ്ണിലാണിയടിച്ച ഒരു പ്രേതവും. മുന്നേ അവൻ സെറ്റിൽമെൻറ്റിൽ വെച്ച് കണ്ടത്. തൊട്ടിപ്പുറത്ത് നിന്ന് ബോയ്ഡും എന്താ നടക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ആവശ്യപ്പെടുകയാണ്. സെറ്റിൽമെൻറ്റിൽ കണ്ട വിഷൻ അന്നു മുതലേ തലയോട്ടിൽ ചോരയുമായി അത് കുടിക്കുന്ന പറഞ്ഞ് നടക്കുകയാണ്. ഒപ്പം ആങ്കുയി എന്ന വാക്കും. ആങ്കുയി എന്നാൽ റിമംബർ ആണെന്നറിയാവുന്ന ബോയ്ഡ് അവനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ചോരയൊന്നും യഥാർത്ഥമല്ല, അതുകൊണ്ട് നീ അത് ധൈര്യമായി കുടിക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. എന്നാൽ കുട്ടി ജെയ്ഡ് അതിനെ എതിർക്കുന്നു, കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. എന്തേലും നടക്കണ്ടേ, എപ്പോഴും ഇങ്ങനെ പിന്നോട്ട് നടന്നാൽ എങ്ങനെയാണ്? ഒടുക്കം ബോയ്ഡിൻ്റെ നിർദ്ദേശപ്രകാരം അവനെ തലയോട്ടിലെ ചോര കുടിക്കുകയാണ്. ഫൈനലി ഈ പാവത്തിൻ്റെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ചോര തിരിച്ചു കൂപ്പുവാണ്. കാരണം എന്താ, കുടിച്ചു നോക്കുന്നതും തലയോട്ടിൽ കുറേ കൊച്ചു ചിലന്തികളുടെ ഹാലുസിനേഷൻ. അപ്പോൾ ജെയ്ഡിൻ്റെ കുപ്പായത്തിലെ പറ്റി പിടിച്ചിരുന്നതായി കണ്ട ആ കറ എന്താണെന്ന് ഇപ്പോൾ പുരിഞ്ചാച്ച്. ജെയ്ഡ് ഫ്രഞ്ചുകാരനാണ്. അവൻ്റെ ചെറുത് മുന്നേ കുടിക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ റീസൺ വെളിപ്പെടുത്തുവാണ് ഫ്രഞ്ച് ഭാഷയിൽ. ആ ചോര കുടിച്ചാൽ നിനക്ക് കാണാൻ ഒട്ടും ആഗ്രഹമില്ലാത്ത നിന്റെ മുൻ ജന്മത്തിലെ ഓർമ്മകൾ ഉണരും, അതുകൊണ്ടാണത് കുടിക്കരുതെന്ന് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ആ ചോര ഉള്ളിൽ ചെന്നോടെ അവൻ്റെ ഓർമ്മകൾ ഉണരാൻ തുടങ്ങിയിരിക്കുന്നു.
നടന്നു പോകുന്ന ചെക്കൻ്റെ പിറകെ മുതുക്കൻ ജെയ്ഡ് ഓടുമ്പോൾ പിന്നാലെ ബോയ്ഡും കാഴ്ചക്കാരനായി കൂടി അങ്ങനെ അവരിനെ എത്തിച്ചേരാൻ പോകുന്നത് കോളനി ഹൗസിലേക്കാണ്. അതിൻ്റെ റീസൺ അറിയാം. അതിനു മുന്നേ നിലവിൽ കോളനി ഹൗസിലെ ഫാത്തിമയുടെ വിശേഷങ്ങളിലേക്ക് പോയാൽ ഇതൊരു പ്രശ്നമാണ്. അവളുടെ ധൈര്യത്തിനു വേണ്ടിയുള്ള ഗോലം നിർമ്മാണത്തിൽ ഷെയ്പ്പൊക്കെ വന്ന് പുരോഗതി ഉണ്ടെങ്കിലും മുന്നേ പറഞ്ഞ സ്വന്തം ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന സ്മൈലി മോൺസ്റ്ററുമായിട്ടുള്ള ആ കണക്ഷൻ അതിഭീകരമാണ്. കെന്നി അവളുടെ മുറിയിലേക്ക് വരികയും അവൾ ചെയ്യുന്ന കാര്യങ്ങളെ താൻ മുമ്പ് സംശയിച്ചതിന് മാപ്പ് ചോദിച്ചിട്ട് അവൾക്ക് ആ സ്മൈലി മോൺസ്റ്ററുമായി ഫീൽ ചെയ്യുന്ന ആ ഒരു ആത്മീയ ബന്ധം അനുഭവപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് തോന്നാറുള്ളത് എന്ന് മനസ്സോർക്കാൻ പറയുവാണ്. കാരണം ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളിൽ പരസ്പരമുള്ള സംശയങ്ങൾ കൂടുതൽ ദൂഷ്യഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പകരം മനസ്സറിഞ്ഞ് ഒരുമിച്ച് നിൽക്കുകയാണ് വേണ്ടത് എന്ന് കെന്നിക്കറിയാമായിരുന്നു. ഫാത്തിമയ്ക്ക് അതിനെക്കുറിച്ച് കൃത്യമായൊരു വിവരണം നൽകാൻ സാധിക്കുന്നില്ല. എങ്കിലും അത് വളരെ ഭയപ്പെടുത്തുന്ന ഒന്നാണെന്നും ആ വികാരം ഉണ്ടായി തുടങ്ങിയ ശേഷം എല്ലാ രാത്രിയും ജനലരികിലേക്ക് പോയി നിൽക്കും. എന്നെങ്കിലും താൻ ജന്മം കൊടുത്ത ആ ഒരു പിശാചിനെ കാണാൻ വേണ്ടി. ഒരിക്കലെന്തായാലും കാണും. അത് സംഭവിക്കുമ്പോൾ പിന്നെ എന്തായിരിക്കും, എങ്ങനെയായിരിക്കും തൻ്റെ മാനസികാവസ്ഥ എന്ന് ഫാത്തിമയ്ക്ക് പോലും അറിയില്ല. ഇതൊക്കെ കേൾക്കുന്ന കെന്നിക്ക് അവളോട് എന്ത് മറുപടി നൽകണം എന്ന് മനസ്സിലാകാത്തതുകൊണ്ട് എന്ത് സഹായം വേണമെങ്കിലും തന്നോട് ചോദിക്കാമെന്ന് അവൻ ഉറപ്പ് നൽകി പോകുന്നു. ബ്രേസ് എടുക്കാൻ പോയ മരിയൽ എത്ര സമയം കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തത് കണ്ട് ആശങ്കാകുലയായ ക്രിസ്റ്റി നേരിട്ട് ആംബുലൻസിലേക്ക് വരുന്നു. അവൾ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കാണുന്നത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തിരുന്ന് ഭയന്നുറയ്ക്കുന്ന മരിയലിനെയാണ്. ക്രിസ്റ്റി അവളോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ മരിയൽ സത്യം മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. കാരണം ഇതൊന്നും അവൾ ഇനിയും വിശ്വസിക്കാൻ തയ്യാറല്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞവൾ പെട്ടെന്ന് ക്ലിനിക്കിലേക്ക് ഓടിക്കേറി പോവുകയാണ്. സ്വന്തം ഭാര്യയുടെ മരണം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധം കൊടൂരമായിരുന്നു എന്നറിയുമ്പോൾ ആർക്കാണ് ശാന്തമായിരിക്കാൻ കഴിയുക? ഹെൻറിക്ക് പിടിവിട്ട് അയാൾ അവിടെയുള്ള ബാറിൽ നിന്ന് വാറ്റുചാരമൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് കെന്നി ശ്രദ്ധിക്കുന്നുണ്ട്. അവൻ കാര്യം തിരക്കുന്നതിലും ഇടയ്ക്ക് പതിവുണ്ടെന്ന് ഒന്നും വിട്ടു പറയാതെ പോവുകയാണ് അയാൾ ചെയ്യുന്നത്. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഡാഡിനെ തിരക്കി നടക്കുന്ന വിക്ടർ ഡൈനിങ് റൂമിലേക്ക് വരുമ്പോൾ കാണുന്നത് പൂർണ്ണമായും മദ്യപിച്ച് ലക്ക് കെട്ട അവസ്ഥയിലിരിക്കുന്ന ഹെൻറിയാണ്. അയാൾ മിറണ്ടയുടെ മരണത്തെക്കുറിച്ചുള്ള ആ വല്ലാത്ത ഡ്രോയിങ് നോക്കി ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. വിക്ടർ ഹെൻറിയെ പതുക്കെ അവൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി വിശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിലും ഹെൻറി അതിന് തയ്യാറാകുന്നില്ല. തൻ്റെ ഭാര്യ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് മരിച്ചതെന്ന ക്രൂരമായ സത്യം അറിഞ്ഞതു മുതൽ ഹെൻറിയുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. ഈ നാശം പിടിച്ച മോൺസ്റ്ററുകളുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കി ഓരോ ദിവസവും കഴിച്ചു കൂട്ടുന്നതിലൂടെ തൻ്റെ മകന് ജീവിക്കാൻ കഴിയാതെ കാലം കുറേ നഷ്ടപ്പെട്ടു പോയാൽ ഹെൻറിക്ക് നല്ല നിരാശയുണ്ട്. നീ നല്ലപോലെ ഇനിയെങ്കിലും ജീവിക്കണം, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സന്ദേശം വേണമെന്ന് പുലമ്പി ലിവിംഗ് റൂമിലേക്ക് എത്തി കളിക്കാൻ ചീട്ട് ചോദിച്ചും അവിടെ ഇരിക്കുന്നവരോട് സംസാരിച്ചും അവിടെ കണ്ട ഓർഗൻ വായിച്ച് പണ്ട് വിക്ടർക്ക് താനും ഇറങ്ങേണ്ടയും ചേർത്ത് പാടിക്കൊടുത്തിരുന്ന പാട്ടൊക്കെ പാടി അങ്ങനെ മൊത്തത്തിൽ അലമ്പാവുകയാണ്. എല്ലാവരും അത് ശ്രദ്ധിച്ച് അവിടെ കൂടാനും തുടങ്ങി. വിക്ടറിനെ ഹെൻറി ശാന്തനാക്കാൻ കഴിയാതെ വരുന്നത് കണ്ട് കെന്നി ഇടപെടുകയും ഹെൻറി അവിടെ നിന്ന് മാറ്റി കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകാതെ സീൻ ക്ലിയർ ആക്കുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് നല്ല വിഷമം വരുന്ന കാര്യമാണ് ഈ കാണുന്നതൊക്കെ. സ്വന്തം അമ്മയുടെ ശരീരം കൺമുമ്പിൽ നിന്ന് ഭക്ഷിക്കുക, ഭാര്യയുടെ ദുർഗതി കാലങ്ങൾക്ക് ശേഷം അറിയുക. ഹെൻറി വിക്ടറും കടന്നു വന്ന ആ ഒരു വലിയ മാനസിക വിഷമം ഏതൊരാളുടെയും നെഞ്ചൊലിക്കുന്ന ഒന്നാണ്. എന്നാൽ ഇതിലൊക്കെ ഉപരി നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ സമയത്ത് അവിടെ കെന്നി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പാവം കെന്നിക്ക് തൻ്റെ അച്ഛനോടോ അമ്മയോടോ അവസാനമായി ഒരു യാത്ര പറയാൻ പോലും സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ടൗൺഷിപ്പിൽ സ്വന്തമായി ഒരു കുടുംബാംഗമെങ്കിലും ജീവനോടുള്ള ആളുകൾ എത്രമാത്രം ഭാഗ്യവാന്മാരാണ് എന്നാണ് അവൻ ചിന്തിക്കുന്നത്. എന്നാൽ അവൻ അവരോടൊന്നും ഒട്ടും അസൂയ തോന്നിയിരുന്നില്ല. മറിച്ച് തങ്ങൾക്ക് ലഭിച്ച ഈ ചുറ്റും കാണുന്ന വലിയ ബന്ധത്തെ സ്വന്തം ചോരയെന്ന് പോലും നോക്കാത്ത ഈ സഹജീവി സ്നേഹവും അടുപ്പവും അവർ പരമാവധി സംരക്ഷിക്കണമെന്നും സ്നേഹിക്കണമെന്നുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. കാരണം പുറത്തു നിൽക്കുന്ന ആ ഭീകരജീവികൾ എപ്പോഴാണ് ആ ബന്ധങ്ങളെ തച്ചുടയ്ക്കുക എന്നാർക്കും പ്രവചിക്കാൻ കഴിയില്ല. കെന്നി ഹെൻറിയെ പിടിക്കാൻ നേരം അദ്ദേഹം കുറച്ച് നിയന്ത്രണം വിട്ട് പെരുമാറിയിരുന്നു. നിനക്കൊന്നും അറിയില്ല എൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട്. ഒടുക്കം വിക്ടറോട് ആവർത്തിച്ച് സോറി പറഞ്ഞിട്ട് ആ ഡ്രോയിങ് എല്ലാവരെയും കാണിച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോൾ വിക്ടർ ഒന്ന് പതറി നിൽപ്പുണ്ടായിരുന്നു. കാരണം മാനിനോയെക്കുറിച്ച് അവൻ അച്ചോട് പറഞ്ഞു കൊടുത്തെങ്കിലും അത് മറ്റുള്ളവരോട് പറഞ്ഞ് അവരെ കൂടുതൽ ഭയപ്പെടുത്താതിരിക്കാൻ വേണ്ടി രഹസ്യമായി തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞായിരുന്നു ഹെൻറിയോട്. പക്ഷേ അദ്ദേഹത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ഈ ഒരു അവസ്ഥ. മുന്നേ ഡൈനിങ് റൂമിൽ നിന്ന് ഹെൻറി പോയ ഉടനെ വിക്ടർ ആരെങ്കിലും കാണും മുന്നേ ആ ഡ്രോയിങ് എടുത്ത് മാറ്റിയതും അതുകൊണ്ടാണ്. എന്തായാലും വളരെ കഷ്ടപ്പെട്ട് വിക്ടറിൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോയി കിടത്തുന്നതും ഹെൻറി ഉടൻ തന്നെ ഉറക്കത്തിലേക്ക് വീഴുന്നുണ്ട്. കെന്നി വിക്ടറോടായി അദ്ദേഹത്തിന് ഈ പെട്ടെന്നുള്ള തകർച്ചയുടെ കാരണം കണ്ട് പുള്ളി നേരത്തെ പറഞ്ഞ ഡ്രോയിങ്ങിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവനത് എടുത്തു കാട്ടുകയാണ്. കാട്ടിൽ കണ്ടെത്തിയ ആ വസ്ത്രത്തിന് പിന്നിലെ എൻറ്റിറ്റി മാനിനിയല്ലോ മിറണ്ടയുടെ മൃതശരീരം കഴിക്കുന്നതായി കണ്ട ആ സത്യം വിക്ടർ കെന്നിയോട് വെളിപ്പെടുത്തുമ്പോൾ കെന്നിയും ഞെട്ടിത്തിരിച്ചു പോവുകയാണ്. ഈ ഒരു സത്യം താങ്ങാൻ കഴിയാതെയാണ് ആ പാവവൃദ്ധൻ ഇങ്ങനെ തകർന്നു പോയത് എന്ന് കെന്നിക്ക് മനസ്സിലാവുന്നു. പാവം. എനിക്ക് നല്ല വിഷമമുണ്ട് വിക്ടറുടെ ഹെൻറിയുടെ ഈ ഒരു കാര്യത്തെക്കുറിച്ച്. പാവങ്ങളല്ലേ. നമുക്കേ മനസ്സൊന്ന് മാറ്റാം, അവിടേക്ക് പോവാം. ഈതൻ ലേക്ക് ഓഫ് ടീയേഴ്സ് എന്ന് കരുതിയ ആ തടാകത്തീരത്തേക്ക്. ഡോണയും സംഘവും ചുറ്റുവട്ടത്തുള്ള പാറക്കല്ലുകൾ ഓരോ പാവയിലേക്കും തിരികെ കയറ്റി മുങ്ങുന്നെങ്കിൽ മുങ്ങിപ്പോട്ടെ എന്ന് കരുതി അവയെ വീണ്ടും പഴയതുപോലെ തടാകത്തിൻ്റെ ആഴങ്ങളിലേക്ക് തന്നെ എടുത്തെറിയുന്നു. പക്ഷേ അതൊഴുകി നടക്കുവാണ്. വൈകാതെ അവ തടാകത്തിൻ്റെ അടിത്തട്ടിലേക്ക് പതിച്ചോളുമെന്നും തങ്ങൾക്ക് മറ്റു കുഴപ്പങ്ങളൊന്നും ഉണ്ടാകില്ലെന്നും അവർ കരുതുന്നു.
എന്നാൽ ഇതേ സമയം തബീത്തയുടെ മനസ്സിൽ വളരെ ദുരൂഹമായ ചിലത് നടക്കുന്നുണ്ടായിരുന്നു. ആ പാവകളെ കണ്ടതു മുതൽ അവൾക്ക് എന്തൊക്കെയോ വിഷൻസ്, ഓർമ്മകൾ മനസ്സിൽ മിന്നി മിന്നി പോകുന്നുണ്ട്. അതും കുട്ടിക്കാലത്ത് ഇതുപോലെ കൊച്ചു പാവകളെ വെച്ച് കളിക്കുന്നത് പോലെയൊക്കെ. ഇടയ്ക്ക് വെച്ച് ഡോണ ഇത് ശ്രദ്ധിച്ച് അവളെ മാറ്റി നിർത്തി ചോദിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ചിതറിക്കിടക്കുന്ന പോലെ കുറേ ഓർമ്മകൾ ഫ്ലാഷ് ആയതേക്കുറിച്ചും ഈ പാവകളെ തൻ മുമ്പ് എവിടെ വെച്ച് കണ്ടിട്ടുണ്ട് എന്ന് തൻ്റെ മനസ്സ് പറയുന്നുണ്ടെന്നും ടാബീത്ത വ്യക്തമാക്കുന്ന കണ്ട് നമ്മൾ പേടിക്കേണ്ട എന്തേലും ഈ ലേക്കിലുണ്ടോയെന്ന് ഡോണ അവിടെ വെച്ച് ചോദിച്ചു. എന്നാൽ അതിനെക്കുറിച്ച് ഒരു വ്യക്തതയുമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ആ ചിന്തകളെല്ലാം മാറ്റിവെച്ച് ഈ സ്കെയർ ക്രോ പാവകളെ മുഴുവനായി തടാകത്തിലേക്ക് തള്ളിയിടുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവർ തീരുമാനിക്കുകയായിരുന്നു. പതുക്കെ പതുക്കെ നേരം ഇരുട്ടാൻ തുടങ്ങുകയാണ്. രാത്രി ആകുന്നതിന് മുമ്പായി എല്ലാവരും ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ തീ കൂട്ടിക്കൊണ്ടിരുന്ന ഡോണയ്ക്കടുത്തായി പൊടിമോൻ ഈതനെത്തി. താബീത്തി നേരം അവളുള്ള ടോട്ടംസൊക്കെ നോക്കി ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ഈതനാശങ്ക തങ്ങൾക്കിവിടെ എന്തെങ്കിലും സംഭവിച്ചാൽ ജൂലി ഒറ്റയ്ക്കാകും എന്നതിലായിരുന്നു. ഡോണ അവനെ ഉഷാറാക്കാനായി അടുത്തിരുത്തി പറഞ്ഞു, നമുക്കിവിടെ ഒന്നും സംഭവിക്കാൻ പോണില്ല. സംഭവിക്കാൻ പോകുന്നത് നാളെ നേരം പിളരുന്നതും നമ്മൾ ഇവിടുന്ന് കെട്ടും കെട്ടി നേരെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇരുവരും തമ്മിൽ വളരെ മനോഹരവും ഹൃദയസ്പർശിയുമായൊരു ചെറിയ സംഭാഷണമാണ് ഇവിടെ ഉണ്ടാകുന്നത്. ഡോണ കൂടെയുള്ളപ്പോൾ അവനോട് ഒരു സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നതായി ഈതൻ സ്നേഹത്തോടെ പറഞ്ഞു പോകുന്നു. നേരത്തെ താബീത്ത, ഇപ്പോൾ ഈതൻ. എന്തരടി ഇത്, ഡോണയെ കാത്തോണേ. ജെയ്ഡ് അവനവൻ്റെ ചെറുപ്രായത്തെ ഫോളോ ചെയ്ത് നടക്കുന്നതിനിടെ ഇടയ്ക്ക് വെച്ച് ചെറുക്കൻ അപ്രത്യക്ഷമായി. ആ കാഴ്ച മങ്ങിയ അവസ്ഥയിൽ നിൽക്കുന്ന ജെയ്ഡ് ചുറ്റും നോക്കുമ്പോൾ ആരെയും കാണാതെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പോലെ തോന്നി ഭയപ്പെട്ട് ബോയ്ഡിനെ വിളിച്ചറി. എന്നാൽ അയാൾ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നാശം പിടിക്കുക എങ്ങനെയിട്ട് പേടിപ്പിക്കാമെന്ന് പറഞ്ഞതും ബോയ്ഡിന് ഞെട്ടലായി. ഞാൻ നിൻ്റെ തൊട്ടടുത്ത് തന്നെയല്ലേ മോനെ നിന്നത്. ജെയ്ഡിൻ്റെ ഈ ഒരു അസ്വസ്ഥതയ്ക്കൊപ്പം കുട്ടി ജെയ്ഡിനെ കാണുന്നില്ലെന്ന് കൂടി പറഞ്ഞോടെ ബോയ്ഡ് എങ്കിൽ ഇപ്പോൾ നമുക്ക് തിരിച്ചു പോവാം എന്ന് നിൽക്കെ വീണ്ടും ആ വയലിൻ സംഗീതം കേട്ടവർ നടന്ന് കാടിന് പുറത്തേക്കെത്തി. അത് കോളനി ഹൗസിൻ്റെ മുന്നിലായിരുന്നു. കുറച്ചു നേരം മുന്നേ ഇരുവരും ഒരുമിച്ച് സംസാരിച്ച ആ സ്ഥലത്തിപ്പോൾ ജെയ്ഡ് കാണുന്ന കാഴ്ച അതിഭീകരമാണ്. ആ ചെറിയ കുട്ടിയെപ്പോലെ 3 പേർ അവിടെ നിന്ന് ഒരേ ഈണത്തിൽ വയലിൻ വായിക്കുകയാണ്. തൊട്ടു താഴെയായി ഒരാൾ പാറ വീണ് മരിച്ചതുപോലെ വയലിനുമായി ചലനമറ്റ് കിടക്കുന്നു. വാട്ട് ദ ഹെൽ! ഇവരെല്ലാം നമ്മൾ അറിയും. ഒന്ന് ക്രിസ്റ്റഫർ, ജെയ്ഡിൻ്റെ മുൻ ജന്മം. മറ്റൊന്ന് ആ കണ്ണിൽ കത്തിയേറിയ ആൾ. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മറ്റു 2 പേരും ഇതേപോലെ ജെയ്ഡിൻ്റെ വിഷൻസിൽ വന്നതാണ്. മുൻപ് ജിമ്മുമൊത്ത് റേഡിയോ സിഗ്നൽ ടെസ്റ്റിങ്ങിന് പോയപ്പോൾ വൃക്ഷത്തിനടുത്ത് വെച്ച് കണ്ട വിഷൻ. ഒരു പട്ടാളക്കാരൻ തോക്കുമായി ഓടിച്ചില്ലേ, അതാണ് ഈ നിൽക്കുന്നത്. പിന്നെ നിലവറയിൽ വെച്ച് ജെയ്ഡ് ആദ്യമായി കണ്ട വിഷൻ, പാറ വീണ് മരിച്ചു നിലയിൽ കണ്ട ആൾ. എന്താണിതെല്ലാം? നമ്മളിവിടെ കോരിത്തെരിപ്പിക്കുന്ന ഒരു ഗ്രാൻഡ് സത്യം തിരിച്ചറിയുകയാണ്. എന്തെന്ന് മനസ്സിലാകാതെ ജെയ്ഡ് അവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാക്കുന്ന ഒരു വലിയ സത്യം. ആ നിൽക്കുന്ന സകലരും ജെയ്ഡ് തന്നെ. ജെയ്ഡിൻ്റെ മുൻപത്തെ വിവിധ ജന്മങ്ങളാണ് അവരെല്ലാം. മുന്നേ അറിഞ്ഞ ക്രിസ്റ്റഫറെ പോലെ അതിനു മുന്നേയുള്ള ജെയ്ഡിൻ്റെ ജന്മങ്ങൾ. അവരെല്ലാം ശ്രദ്ധിച്ചാൽ കൊല്ലപ്പെട്ടിരിക്കുന്ന രീതി തല തകർന്നും കഴുത്ത് കീറിയുമൊക്കെയാണ്. കുടലും പണ്ടവും പുറത്തു വന്നിട്ടില്ല. അതായത് മോൺസ്റ്റേഴ്സ് അല്ല അവരെ കൊന്നത്. കുട്ടി ജെയ്ഡ് പറയുകയാണ്, അവരുടെ എല്ലാം മരണത്തിന് കാരണം മനുഷ്യർ തന്നെയായിരുന്നു. അവരുടെ സുഹൃത്തുക്കളും അയൽക്കാരുമൊക്കെ ആയിരുന്നു അതിന് പിന്നിൽ. ടൗണിലെ ശപിക്കപ്പെട്ട ആൺകുട്ടികൾ ജെയ്ഡിൻ്റെ സഹായത്തിനായി വിളിക്കുന്ന പോലെ പൂർവ്വജന്മങ്ങളെയും വിളിച്ചിരുന്നു. ആ സത്യം അന്ന് ടൗണിലെ മറ്റ് താമസക്കാർ അറിഞ്ഞതുകൊണ്ടാണ് അവരോരോ ജന്മത്തിലും ജെയ്ഡിനെ കൊന്നു തള്ളിയത്. കാരണം അവരെല്ലാം ഒരു പോയിന്റിൽ ഇവർക്കെതിരെ തിരിഞ്ഞു. ഇതെല്ലാം കേട്ട് ജെയ്ഡ് സ്തംഭിച്ചു നിൽക്കുമ്പോൾ ബോയ്ഡ് പാപം കുട്ടി പറയുന്ന ഒന്നും കേൾക്കുന്നില്ല. അയാൾ കേട്ട 2 കാര്യങ്ങൾ: ഒന്ന്, അവിടെ ജെയ്ഡിൻ്റെ പൂർവ്വജന്മങ്ങൾ നിൽക്കുന്നു; 2, എന്തോ കൊലപാതകത്തെപ്പറ്റി പറയുന്നത്. താബീത്തയുടെ വിധി എന്തായിരിക്കും എന്ന് ജെയ്ഡ് ചോദിക്കുമ്പോൾ അവൾക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ജെയ്ഡിനേക്കാൾ ഭയങ്കരമായിരിക്കും എന്നാണ് ആ കുട്ടി നൽകുന്ന മറുപടി. എന്നാൽ ഈ ചെറുക്കനെ ഞാൻ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഓ, ഇതിൽ അവനല്ലടേ, എയ്വറി. ഓ, ചുമ്മാ അല്ല, അവൻ തന്നെ. കഴിഞ്ഞ കൊല്ലം നമ്മൾ MGMൻ്റെ തന്നെ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് സീരീസിൽ കണ്ട എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ ചെക്കനാണിത്. കൊള്ളാം, നൈസ്. പിന്നെ സീസൺ 2 ഉടനെ വരുന്നുണ്ട് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫസ്റ്റ് സീസൺ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കിയോ, നൈസാ. ഇപ്പോൾ ചെക്കൻ പറഞ്ഞത് വെച്ചിട്ട് ഒരു കാര്യം വ്യക്തമാണ്: ജെയ്ഡ് ആ കുട്ടികളെ രക്ഷിക്കാനുള്ള ദൗത്യം വളരെ രഹസ്യമായി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് വേണം അവൻ ആ രക്ഷാശ്രമം നടത്താൻ. കാരണം ഈ ഒരു ടൗണിലെ മറ്റു താമസക്കാർ അറിഞ്ഞാൽ അവർ അവൻ്റെ മുൻഗാമികളെ കൊന്ന പോലെ വെരുപിടിച്ച് അവനെയും കൊന്നുകളയും. എന്നാൽ ജെയ്ഡ് ഇപ്പോൾ ലഹരിയിലായതുകൊണ്ട് ഭ്രാന്ത് പിടിക്കുകയാണ്. ഇവരെല്ലാം മരിച്ചെങ്കിൽ അപ്പോൾ രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ തനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അവിടെ നിന്ന് ബഹളം വയ്ക്കാൻ തുടങ്ങുന്നു. കുട്ടി ജെയ്ഡാകട്ടെ നേരെ കോളനി ഹൗസിലേക്ക് കയറുന്നുണ്ട്. പിന്നാലെ ചെന്ന് അവരെത്തിപ്പെടുന്നത് സ്റ്റോറേജ് ഷെഡിലേക്കാണ്. ആർക്കും വേണ്ടാത്ത സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുന്നേ അക്കോസ്റ്റയെ ബോയ്ഡ് കൊണ്ടു നിർത്തിയ അതേ ബേസ്മെൻറ്റ്. ബോയ്ഡ് അവൻ്റെ പുറകെ വന്ന് എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്തേലും പറയും മുന്നേ വീണ്ടും കുട്ടി ജെയ്ഡ് പ്രത്യക്ഷപ്പെട്ട് അവിടെയുള്ള വലിയ ലഗേജുകളെല്ലാം പെറുക്കി മാറ്റാൻ പറയുന്നതിനെ തുടർന്ന് ബോയ്ഡുമായി ചേർന്ന് മാറ്റുമ്പോൾ അവർ ഭിത്തിയിൽ വിചിത്രമായ രഹസ്യ വാതിൽ കണ്ടെത്തുകയാണ്. അവരാരും ഇന്നേ വരെ കാണാത്തൊരു വാതിൽ. ബോയ്ഡിനോട് ചോദിച്ച് ഇത് തൻ്റെ ഇല്യൂഷൻ അല്ലെന്ന് മനസ്സിലാക്കി
ഊർജ്ജസ്വലനായി അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇനി ത്രസിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ നടക്കും. സോഫിയ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ടോ? ടിയർ ദം എപ്പാർട്ട്. ടൗണിലുള്ളവരെ പരസ്പരം കലയിച്ച് നശിപ്പിക്കാനുള്ള രീതി. ഇവിടെ ബോയ്ഡും ജെയ്ഡും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ ക്ലിനിക്കിൽ ഈ ഒരു നിഗൂഢ പദ്ധതിയിലെ പുരോഗതിയിൽ അവൾ നല്ലവണ്ണം സന്തോഷിക്കുന്നുണ്ട്. കാരണം അവിടെ ഒരു വശത്ത് ജൂലിയും റാണ്ടലും തമ്മിൽ വഴക്ക്, മറുവശത്ത് ക്രിസ്റ്റിയും മരിയലും തമ്മിൽ. കയ്യിലിപ്പോൾ ആ ഒരു ബ്രേസ് ധരിച്ചിട്ട് ക്ലിനിക്കിലെ സ്റ്റോറേജ് യൂണിറ്റിൽ നിൽക്കെ കേൾക്കുന്ന ജൂലിയുടെ വഴക്ക് തങ്ങളുടെ സ്റ്റോറി വാക്കിംഗ് പരാജയപ്പെട്ടതേക്കുറിച്ചാണ്. റാണ്ടൽ നോക്കുമ്പോൾ ഈ ജൂലി അച്ഛനെ രക്ഷിക്കാനെന്നും പറഞ്ഞ് 2 തവണയാണ് മുന്നിൽ കിടന്ന് വിറച്ചത്. പോരാത്തിന് എത്തപ്പെട്ടത് 2 ഭയാനകമായ സന്ദർഭങ്ങളും. എന്നാൽ ജൂലിക്ക് അതേക്കുറിച്ച് ഒരു കൺസേണുമില്ല. പിതാവിനെ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് ശ്രദ്ധ. റാണ്ടൽ ഇതൊക്കെ കണ്ട് ജൂലി ശക്തമായി കുറ്റപ്പെടുത്തുന്നുണ്ട്. രണ്ടുപേരും തമ്മിലുള്ള പരസ്പര വിശ്വാസം മങ്ങുന്നത് കണ്ട് സോഫിയുടെ മുഖത്ത് ക്രൂരമായൊരു സന്തോഷഭാവം കാണാം. ഈ സോഫി എന്തുകൊണ്ടാണ് ഈ ടൗണിൽ വലിയൊരു കൂട്ടക്കൊല നടത്താതെ എല്ലാം പതുക്കെ തകർന്നടിയുന്നത്, വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. അതിന് പ്രധാനമായി 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, അവൾ തൻ്റെ ഇരകളെ ഒറ്റയടിക്ക് കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അവരെ പതുക്കെ പതുക്കെ മാനസികമായി പീഡിപ്പിച്ച് അവരുടെ സങ്കടങ്ങളും വേദനകളും കണ്ട് ആസ്വദിക്കുന്ന ഒരു സ്ലോ ബേൺ രീതിയാണ് സോഫിയയ്ക്ക് ഇഷ്ടം. രണ്ടാമത്തെ കാര്യം, കഥ 10 എപ്പിസോഡിന് നീട്ടിക്കൊണ്ടുപോകാൻ എന്തെങ്കിലുമൊക്കെ ഒരു പ്ലോട്ട് വേണ്ടേ? മരിയൽ ക്രിസ്റ്റിയോട് മുന്നേ ഉണ്ടായതെക്കുറിച്ച് പറയുന്നത് തനിക്ക് ഈ ക്രേസി ടൗണിൽ ജീവിതം കാരണം ഒരു ചെറിയ മാനസിക അസ്വസ്ഥത ഉണ്ടായതാണ് എന്നാണ്. എന്നാൽ ക്രിസ്റ്റി അത് പൂർണ്ണമായും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. മരിയൽ തന്നിൽ നിന്ന് എന്തോ വലിയൊരു രഹസ്യം മറച്ചു വയ്ക്കുന്നുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. ക്രിസ്റ്റിയോട് സംസാരിച്ച് ദേഷ്യത്തോടെ നടന്നു പോകുന്ന മരിയൽ അറിയാതെ സോഫിയുടെ മേൽ ചെന്ന് ഇടിക്കുന്നതും അവളൊന്ന് സ്പർശിക്കുന്നു. തൊട്ടടുത്ത നിമിഷം മരിയൽ വീണ്ടും ഒരു വലിയ ഹാലൂസിനേഷനിലേക്ക് വീണ് പോവുകയാണ്. ആ ഡഞ്ചൻസിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണെന്നും കടുത്ത ശാരീരിക വേദന അനുഭവിക്കുകയാണെന്നും അവൾക്ക് വീണ്ടും തോന്നുന്നു. മരിയലിൻ്റെ ഈ പെട്ടെന്നുള്ള മാറ്റം കണ്ട് ക്രിസ്റ്റി ആകെ പരിഭ്രാന്തിയാവുകയും അവൾ ഓടി വന്ന് മരിയലിനെ തൊട്ടതും അടുത്ത നിമിഷം ആ വിഭ്രാന്തി മാറി യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങിയെത്തുന്നു. ഇതെല്ലാം കള്ളി പൂങ്കുയില കണ്ടങ്ങനെ ആസ്വദിച്ചെന്ന് ചിരിക്കുക. മരിയൽ ഒന്ന് റിലാക്സ്ഡ് ആയ ശേഷം ക്രിസ്റ്റി ഒപ്പം ഇരിക്കുന്ന സമയത്ത് അവൾ മുന്നേ നടന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആംബുലൻസിലെ റേഡിയോയിൽ കേട്ട അലർച്ച, അത് ഈ സ്ഥലത്ത് മരിച്ച സകലരുടെയും രോദനമായാണ് അവൾക്ക് തോന്നുന്നത്. മുന്നേ ആ ഇരുണ്ട തടവറയിൽ അകപ്പെട്ടു പോയപ്പോൾ തലയ്ക്കുള്ളിൽ കേട്ട അതേ കൂട്ടലർച്ചകൾ. ആ ചിന്തകളിൽ നിന്ന് പുറത്തു കടക്കാൻ താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അസാധ്യമാണെന്നും അതുകൊണ്ട് ആ വേദനകളെല്ലാം സഹിച്ച് മുന്നോട്ട് പോകുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ലെന്നും അവൾ സങ്കടപ്പെടുന്നു. ഇത് കേട്ടതും സോഫിയ പറയുന്നത് മരിയൽ ഒരു പ്രവാചകയാണെന്നാണ്. പ്രോഫറ്റ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായതുകൊണ്ടാണ് മറ്റുള്ളവരുടെ വേദനകൾ അറിയാൻ അവൾക്ക് സാധിക്കുന്നത് എന്ന് സോഫിയ സമർത്ഥിക്കുന്നു. എന്നാൽ മരിയലിന് ഇത് വെറും വിഡ്ഢിത്തമായിട്ടാണ് തോന്നുന്നത്. അവൾ ആ സംഭാഷണം അവിടെ വെച്ച് നിർത്തി പുറത്തേക്ക് പോകുന്നു. പോകുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ പണിയാണെന്നൊന്നും അവൾ ഒട്ടും വിശ്വസിക്കുന്നില്ല. മറിച്ച് മനുഷ്യരുടെ സങ്കടങ്ങളും കഷ്ടപ്പാടുകളും കണ്ട് അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഏതൊരു പുരാതനമായ ദുഷ്ടശക്തിയുടെ ക്രൂര വിനോദമാണ് ഇതെല്ലാം എന്ന് അവൾ വിശ്വസിക്കുന്നു. തങ്ങൾ ഈ ടൗണിൽ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ പോലും തങ്ങൾക്ക് ഇവിടെയൊന്നും രക്ഷപ്പെടാൻ കഴിയില്ലെന്നും വരാൻ പോകുന്ന മറ്റു താമസക്കാരുടെ ഓർമ്മകളിൽ വെറും ഉച്ചത്തിലുള്ള നിലവിളികളായി തങ്ങൾ എന്നും ജീവിക്കേണ്ടി വരും എന്നും അവൾ ഭയപ്പെടുന്നു. സോഫിയ എല്ലാ കാര്യത്തിലും ബൈബിളുമായി റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അവളിപ്പോൾ പറഞ്ഞ ദൈവത്തിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ചിലർക്കത് ദൈവനിന്ദയെ തോന്നാമെങ്കിലും ചില കാര്യങ്ങളിൽ സോഫിയ പറയുന്നത് ശരിയാണെന്ന് തോന്നാം. കാരണം യാഥാർത്ഥ്യ ജീവിതത്തിൽ പോലും ദൈവം ഇത്രയും ശക്തനാണെങ്കിൽ പിന്നെ എന്തിനാണ് മനുഷ്യരെ ഇത്രയധികം പീഡിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ പല പുരോഹിതന്മാരും നൽകുന്ന മറുപടി അത് മനുഷ്യരെ കൂടുതൽ വിനീതരാക്കാനും ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ച് നിർത്താനും വേണ്ടിയാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവം തൻ്റെ ഭക്തരുടെ കഷ്ടപ്പാടുകൾ കണ്ട് അല്പം ആസ്വദിക്കുന്നുണ്ടാകാം. കാരണം കഷ്ടപ്പാടുകൾ കൂടുമ്പോഴാണല്ലോ മനുഷ്യർക്ക് ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നത്. ഒരുപക്ഷെ സോഫിയോ അല്ലെങ്കിൽ ആ മാനിനിയിലോ ആണ് ഈ ടൗണിൻ്റെ യഥാർത്ഥ ശില്പിയെങ്കിൽ അവർ തന്നെ ആയിരിക്കുമോ ഇവിടുത്തെ ദൈവം? ഇപ്പോൾ അതിനെക്കുറിച്ച് ഉറപ്പിച്ച് പറയാൻ കഴിയില്ലെങ്കിലും വരാൻ പോകുന്ന സീസണുകളിൽ അതിൻ്റെ കൂടുതൽ രഹസ്യങ്ങൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കാം. ഓ യെസ്, സെറ്റിൽമെൻറ്റ്, രാത്രി സമയം. എല്ലിസിന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈതൻ കാണാൻ വെച്ചു കൂട്ടിയ ആണയിലും അവന് നല്ല പക്വതയുണ്ട്, കാര്യവിവരവും ബോധവുമുണ്ട്. ഇതവൻ തബീതയോട് പറയുമ്പോൾ അവൻ ഉറക്കത്തിലാണ്. ബാക്കി എല്ലാവരും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് നേരം വെളുക്കാൻ വേണ്ടി. ഡോണ അവരെല്ലാം സംയമനം പാലിച്ചിരുത്തേ പെട്ടെന്നാണ് ഒരു വിചിത്ര സംഭവം. തടാകത്തിനടുത്ത് നിന്ന പോലെ ഒരു മൂളിപ്പാട്ട് കേൾക്കുകയാണ്. അതും ഒരു കൊച്ചു കുട്ടിയുടെ. ആ ശബ്ദം കേട്ടതും നിമിഷങ്ങൾക്കുള്ളിൽ താബീത്തിയുടെ മുഖം മാറുന്നു. അവൾക്കെന്തോ വലിയ ഓർമ്മ മനസ്സിലേക്ക് ഇരിച്ചു കയറാൻ തുടങ്ങിയാണ്. ഡോണ ഇതുകൊണ്ട് ആശങ്കയോടെ നിൽക്കുമ്പോൾ അവൾ പറയുന്നത് ഈ കേൾക്കുന്നത് കുട്ടിക്കാലത്തുള്ള അവളുടെ മൂളിപ്പാട്ടാണ്. തടാകത്തിൽ കണ്ടതുപോലെയുള്ള പാവകൾ, പക്ഷേ സാധാരണ വലുപ്പമുള്ളത്, അതിനെയും വെച്ച് കളിക്കുമ്പോഴുള്ള മൂളിപ്പാട്ടാണത്. എന്നാൽ അന്ന് പിന്നീട് ഒരു മനുഷ്യൻ വന്ന് ആ പാവകളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് ബലമായി പിടിച്ചെടുത്തു. ആ പാവകൾ കാരണം തനിക്ക് ഭയപ്പെടുത്തുന്ന പേടി സ്വപ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടെ അവയെല്ലാം കൊണ്ടുപോയി ആ തടാകത്തിലേക്ക് വലിച്ചെറിഞ്ഞു. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ മരണപ്പെട്ടു. എന്നാൽ മരണപ്പെട്ടതോടുകൂടി അയാളുടെ പേടി സ്വപ്നങ്ങളിൽ ആ പാവകൾ എത്രത്തോളം ഭീമാകരമായ രൂപത്തിലാണോ കാണപ്പെട്ടിരുന്നത്
അതേ ഭീമാകാരമായ വലുപ്പത്തിൽ അവ ആ തടാകത്തിൽ നിന്നും റിയലായി പുറത്തേക്ക് വരാൻ തുടങ്ങി. ഈ ഒരു വലിയ സത്യം ഓർത്തെടുത്ത് തബീത്ത ആകെ ഭയന്നു പോന്നു. തങ്ങൾ താമസിക്കുന്ന മരത്തടിക്കൂടിൽ എത്രയും പെട്ടെന്ന് ഉപേക്ഷിച്ച് തിരികെ ടൗണിലേക്ക് ഓടി രക്ഷപ്പെടണം എന്നുള്ള മറ്റുള്ളവരോട് വിളിച്ചു പറയുന്നു. ഇത് കേട്ടതും ഡോണയും മെല്ലിസും അവളെ തടഞ്ഞുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ വീടിന് നമ്മൾ സംരക്ഷണ കവചമായി താലിസ്മാൻ മന്ത്രത്തകിട് തൂക്കിയിട്ടിട്ടുണ്ടെന്നും അതുകൊണ്ട് തങ്ങൾ ഇവിടെ സുരക്ഷിതരാണെന്നും. എന്നാൽ താബീത്തയുടെ മറുപടി അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നതായിരുന്നു. ആ താലിസ്മാനുകൾ രാത്രിയിൽ വരുന്ന സാധാരണ മോൺസ്റ്റേഴ്സിനെ മാത്രമേ തടയുകയുള്ളൂ. ഈ വരാൻ പോകുന്നതിനെ തടയാൻ അവയ്ക്ക് കഴിയില്ലെന്ന് പറഞ്ഞ് വായടയ്ക്കുന്നതും കൊടും ഭീകരമായ സംഭവങ്ങൾ. അവർ ഒഴുക്കുവിട്ട ആ ഭീമാകരമായ സ്ക്രേക്കോകളിൽ ഒന്ന് ആ വീടിൻ്റെ മരച്ചുമര് തകർത്തുകൊണ്ട് ഉള്ളിലേക്ക് ഇരച്ചു കയറുന്നു. ജീവനം കൊണ്ട് മറ്റുള്ളവർ അവിടുന്ന് ഓടി മാറുമ്പോൾ എന്നാൽ റോജർ അവിടെ പെട്ടുപോവുകയാണ്. എല്ലിസ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നെങ്കിലും നടക്കുന്നില്ല. ഒടുവിൽ ശക്തനായ സ്ക്രേക്കോ റോജറിനെ അതിദാരുണമായി കൊലപ്പെടുത്തുന്നു. ഡോണയും ഇതിനും എല്ലിസും മരണപ്രാർത്ഥിരിക്കെ പാറ്റിയെ കാണാനില്ല. അവളുടെ കാര്യമാകട്ടെ കുറച്ചപ്പുറം മാറി ഒരു കുറ്റിക്കാട്ടിലിരിക്കെ അവിടേക്ക് വേറൊരു പന്ന പാവ എത്തുന്നു. അതവളെ പിടികൂടി തൊട്ടടുത്തുള്ള തീക്കനലിൽ അമർത്തി വെന്തുരുക്കാൻ ശ്രമിക്കുന്നതും എല്ലിസ്. അവൻ ധീരതയോടെ അതിനെ നേരിടുകയാണ്. ഒരു തരത്തിൽ പാറ്റിയുടെ ജീവൻ രക്ഷിച്ച് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാൻ നിൽക്കുന്ന തബീത്തയ്ക്ക് മുന്നിൽ ആ കോലങ്ങൾ ടോട്ടംസ് കുത്തിവെച്ചിരിക്കുന്ന കണ്ട് അവൾക്കൊരു സ്പാർക്ക് വരുന്നു. പൊടുന്നനെ മറ്റൊരു പാവം വന്ന് ഡോണയെ പിടികൂടി കഴുത്തിന് ഞെരുക്കുന്ന സമയത്ത് താബീത്ത ആ ടോട്ടം എടുത്ത് വളരെ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പ്രതിരോധിച്ചുകൊണ്ട് അതിനുമേൽ കുത്തിയിറക്കുന്നതും നിമിഷങ്ങൾക്കകം ചലനമറ്റ് വീഴുന്നു. ഈ ഭീകരരൂപങ്ങളെ എങ്ങനെയാണ് വേദനിപ്പിക്കേണ്ടതെന്നും അവയെ എങ്ങനെയാണ് തോൽപ്പിക്കേണ്ടതെന്നും തനിക്ക് ഓർമ്മ വന്നായി തബീത്ത ഉറക്കെ പറയുകയാണ്. ഇത് കണ്ടതുകൊണ്ടായിരിക്കാം പാറ്റിയെ കൊല്ലാൻ ആഞ്ഞെടുത്ത ആ സ്കെയർക്രോ പതുക്കെ അവിടെ നിന്നും പിൻവാങ്ങി ദൂരേക്ക് പോകുന്നു. ഒരു വൻ സിറ്റുവേഷൻ ആയിരുന്നു ഈ കണ്ടത്. ടൗണിലെ പുതിയ ഭീഷണികൾ, അതും ശക്തമായവ ഉടലെടുത്തെങ്കിലും അപ്പോൾ തന്നെ അതിനെ വകവരുത്താനുള്ള വഴി താബീത്ത കണ്ടെത്തി. ടൗണിലുള്ള ഒരു കൊലയാളി മോൺസ്റ്ററെയാണ് അവളിപ്പോൾ കൊന്നിരിക്കുന്നത്. അപ്പോൾ താബീത്തയുടെ ഓർമ്മകൾ ഇനിയും വരും സമയങ്ങളിൽ വളരെ നിർണായകമാണെന്നർത്ഥം. എന്തായാലും ഇപ്പോൾ താബീത്തയുടെ മുൻപത്തെ ഏതൊരു ജന്മം ഈ ഭീകരജീവികളുമായി ഇതിനു മുമ്പും പോരാടിയിട്ടുണ്ടെന്നും അതിൽ വിജയിച്ചിട്ടുണ്ടെന്നും ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ ജീവികളുമായുള്ള മുൻകാല ബന്ധം കാരണം താബീത്തയുടെ മൂന്നാം കണ്ണ് അല്ലെങ്കിൽ ആത്മീയ ഉൾക്കാഴ്ച ഉണർന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ താലിസ്മാനുകൾക്ക് പോലും തടയാൻ കഴിയാത്ത ഈ പുതിയ വിപത്തിനെ നേരിടാൻ താബീത്തയ്ക്ക് മാത്രമേ സാധിച്ചുള്ളൂ. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഈ സ്കെയർക്രോകൾ പകൽ സമയത്ത് യാതൊരുവിധ ചലനവുമില്ലാതെ പൂർണ്ണമായും നിർജ്ജീവമായ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ പകൽ സമയത്ത് ഇവയെ കഷ്ണങ്ങളായി വെട്ടിമുറിച്ച് തീയിട്ട് നശിപ്പിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവ എന്നേക്കുമായി ഇല്ലാതാക്കാൻ സാധിക്കുമായിരിക്കും. എന്തായാലും നമുക്ക് വീണ്ടും റോജറിൻ്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. റോജർ ആ പാവകളെ കരയിലേക്ക് കയറാൻ സഹായിക്കാതിരുന്ന തനിക്കൊരു കുഴപ്പവും വരില്ല എന്ന് വിചാരിച്ച് മാറിയുന്നത് എത്രമാത്രം വലിയ വിഡിത്തമായിരുന്നു എന്നിപ്പോൾ മനസ്സിലായില്ലേ? തടാകത്തിൽ നിന്നും ആ പാവകളെ വലിച്ചേറ്റാനുള്ള കയർ ആദ്യം കണ്ടെത്തിയത് റോജർ ആയിരുന്നു എന്നുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവന് ഈ ഒരു വിധി ഉണ്ടായത്. എന്തായാലും ആ കയറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്നും രാത്രിയിൽ കേട്ട നിഗൂഢ പാട്ടിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നും നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ മറ്റൊരു കാര്യം, തബീത്തയ്ക്ക് ഓർമ്മ വന്ന കാര്യങ്ങളിലൂടെയാണ് ഈ സ്കെയർക്രോസിൻ്റെ അപകടം മനസ്സിലാക്കിയത്. എന്നാൽ അവൾ തൻ്റെ ഓർമ്മകളെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ശരിയാണ്, മറ്റൊരു തരത്തിൽ ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടിവരും. കാരണം ആ കണ്ട കുട്ടി യഥാർത്ഥത്തിൽ തബീത്തയല്ല, അവളുടെ തന്നെ പൂർവ്വജന്മത്തിലുള്ള മറ്റേതോ വർഷൻ്റെ കുട്ടിക്കാലമാണ്. അത് മിറണ്ടയ്ക്കുമെല്ലാം മുമ്പുള്ള കാലത്തുള്ളതാണെന്ന് അവളുടെ വസ്ത്രരീതിയിൽ നിന്ന് മനസ്സിലാക്കാം. തബീത്ത ഏതോ ഒരാൾ എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അന്നത്തെ വർഷൻ്റെ അച്ഛനായിരിക്കാം. എന്നാൽ ഇവരൊക്കെ എങ്ങനെ ഈ ടൗണിൽ എത്തിപ്പെട്ടു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം കാറും ബസ്സും ഒന്നും കണ്ടുപിടിക്കാത്ത സമയമാണെന്ന് അവരെ കണ്ടാൽ തന്നെ അറിയാം. ചിലപ്പോൾ കുതിരവണ്ടിയിലോ കളവണ്ടിയിലോ മറ്റോ വന്ന വഴിക്ക് മരം കണ്ട് തിരിച്ചു പോലും എത്തപ്പെട്ടതായിരിക്കാം. എന്തായാലും ഇപ്പോൾ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ? റോജറിൻ്റെ മരണത്തോടെ ടൗണിലെ ജനങ്ങളുടെ എണ്ണം ഇപ്പോൾ 46 ആയിരിക്കുകയാണ്. മുന്നേക്ക് ഇനി 47 പേരുണ്ടെന്ന് പറഞ്ഞ സമയത്തായിരുന്നു ജിം മരിച്ചതും സോഫിയ പ്രത്യക്ഷപ്പെട്ടതും. നമ്മൾ മുന്നേ ചർച്ച ചെയ്ത 47 തിയറി ശരിയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ കുറഞ്ഞോടെ ഇനി എന്താകും ഉണ്ടാകാൻ പോവുക നമുക്ക് കണ്ടറിയാം. സ്റ്റോറേജ് റൂമിൽ കണ്ടെത്തിയ രഹസ്യവാതിൽ തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ജെയ്ഡും ബോയ്ഡും കാണുന്നത് വളരെ നീളമേറിയ ഒരു രഹസ്യ തുരങ്കമാണ്. ആ തുരങ്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവന് ബോയ്ഡിനെ നഷ്ടപ്പെടുന്നു. വഴിയിൽ വെച്ച് അവൻ വീണ്ടും ഒരു വലിയ ചിലന്തിയെ കാണുന്നുണ്ട്. എഗെയിൻ സ്പൈഡർമാൻ റെഫറൻസ്. അങ്ങനെ നടന്ന് ആ ഭീകരജീവികൾ പകൽ സമയത്ത് ഉറങ്ങുന്ന ആ ഇരുണ്ട ഗുഹകളിലെത്തിച്ചേരുന്നു. അവിടെ പേടിച്ചങ്ങനെ പെട്ടി നിൽക്കുന്നതും ഈ തുരങ്കം നല്ല പെശക സ്ഥലമാണെന്ന് ബോയ്ഡിന് നല്ലോണം അറിയാം. ഇത് വെച്ചിട്ട് ജെയ്ഡിനോട് ഇനി നിർത്താൻ ആവശ്യപ്പെടുന്നു. അവസാന വാക്കെന്ന പോലെ ആ സേഫ് വേർഡ് കാപ്രിക്കോണെന്നും പറഞ്ഞ് തിരികെ കൂട്ടി നടക്കുന്നതും വീണ്ടും കുട്ടി ജെയ്ഡിൻ്റെ വിഷൻ വന്ന് മുതുക്ക് ജെയ്ഡ് അവനെ ഫോളോ ചെയ്ത് ഒടുവിൽ ആ പ്രദേശത്തേക്ക് എത്തിച്ചേരുന്നു. ആങ്കോയി കുട്ടികളെ ബലി നടത്തിയ ആ ഒരു അൾത്താരയിലേക്ക്. എന്നാൽ ഇപ്പോൾ ചുറ്റുമായി വട്ടത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന 7 വലിയ പാറക്കല്ലുകൾക്ക് നടുവിലായി ഒരു വലിയ ശവക്കല്ലറയുമുണ്ട്. ഇത്രയും വരെ ഗൈഡ് ചെയ്തെത്തിച്ച കുട്ടി ജെയ്ഡിനോടെ അവൻ കുട്ടികളെ രക്ഷിക്കാൻ ഓൾറെഡി ശ്രമിച്ചതേക്കുറിച്ച് പറയുന്നു.
താനും തബീത്തയും പരാജയപ്പെട്ട ആ പ്രയത്നത്തിന് പകരം എന്തെങ്കിലും ഗുണമുള്ളതുണ്ടോ എന്ന് ചോദിച്ചു നിൽക്കെ ഉടനെ അവിടെ മോൺസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. അവർ ജെയ്ഡിനെ വളയുന്ന ഒരു ടെറിഫിക് സിറ്റുവേഷൻ. ബോയ്ഡ് പറഞ്ഞത് കേട്ട് പോയാൽ പോരായിരുന്നോ എന്ന് പറഞ്ഞ് അവരെല്ലാം കൂടി ജെയ്ഡിനെ ബലമായി ആ ശവക്കല്ലറയ്ക്കുള്ളിലേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് ഒരു വലിയ പാറക്കല്ല് ഉപയോഗിച്ച് ആ കല്ലറ പൂർണ്ണമായി മൂടുകയാണ്. ജെയ്ഡിന് കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ആ ഒരു അവസാന നിമിഷത്തിൽ അവൻ ആ ശവക്കല്ലറയ്ക്കുള്ളിലെ നോക്കുമ്പോൾ ഒരു ആൺകുട്ടി അടഗൊമ്മാലെ അവൻ ഞെട്ടി നിലവിളിച്ച് എണീക്കുന്നത് ബോയ്ഡിൻ്റെ ഒരു ഷെരീഫ് സ്റ്റേഷനിലും. ഇതെല്ലാം അവൻ്റെ തലയ്ക്കുള്ളിൽ നടന്ന കാര്യങ്ങളായിരുന്നു. നമ്മൾ തുടക്കം മുതൽ കണ്ടത് മൊത്തം. തനിക്ക് ലഹരി പിടിച്ചു തുടങ്ങിയതെ പറഞ്ഞ് ആ ജനാലയ്ക്കടുത്തേക്ക് ചെന്ന് നിന്നു. പൊടുന്നനെ ചിലന്തിയെ കണ്ടപ്പോൾ അതായിരുന്നു ഈ ദർശനത്തിൻ്റെ എല്ലാം തുടക്കം. എന്നാൽ ബോയ്ഡിന് മുമ്പിൽ ആ ജനാലയ്ക്കടുത്ത് പോയ ശേഷം അവൻ നേരെ തിരികെ വന്നിരിക്കുക മാത്രമായിരുന്നു. അങ്ങനെ ഇപ്പോൾ ബോയ്ഡ് ഓടി റിലാക്സ്ഡ് ആക്കുന്നതിലൂടെ താൻ കണ്ടതെല്ലാം ആ മഷ്റൂം കഴിച്ചത് കാരണം ഉണ്ടായ കാഴ്ചകളാണെന്ന് അവൻ തിരിച്ചറിയുന്നു. എങ്കിലും ജെയ്ഡ് ഒട്ടും നിരാശനല്ലായിരുന്നു. കാരണം ഈ ഒരു ലഹരി യാത്രയിലൂടെ അവൻ തൻ്റെ മുൻ ജന്മങ്ങളിലെ വലിയൊരു രഹസ്യമാണ് അൺലോക്ക് ചെയ്തത്. ഇവിടെ ജെയ്ഡ് പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ബോയ്ഡിൻ്റെ മുഖത്ത് നോക്കി ഒരു കാര്യം പറയുവാണ്. സത്യം പറയല്ലോ, ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം കോരിത്തെരിപ്പം തന്നൊരു എൻഡിങ്. രക്ഷപ്പെടാൻ ഒരു വഴി തെളിഞ്ഞിരിക്കുകയാണ്. ആ ആൺകുട്ടികളെ ഇനി എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നും ഈ ടൗൺഷിപ്പിൽ നിന്നും എങ്ങനെയാണ് വിജയകരമായി പുറത്തു കടക്കേണ്ടതെന്നും ഇപ്പോൾ തനിക്ക് കൃത്യമായി മനസ്സിലായെന്ന് മുൻപത്തേലും ആത്മവിശ്വാസത്തോടെ ജെയ്ഡ് എന്ന് പറയുമ്പോൾ നമുക്കും ഒരു ഹോപ്പ്. എന്തായാലും അടിപൊളിയൊരു എപ്പിസോഡായിരുന്നു അത്. ജൂലി പറഞ്ഞതുപോലെ തന്നെ ലോഡ്സ് ഓഫ് ഡിസ്കവറീസ്. പക്ഷേ ഹന്ന ഷറാമിക്ക് ഈ എപ്പിസോഡിൽ ഒരു പ്രാധാന്യവും ഇല്ലായിരുന്നു എന്നത് മറ്റൊരു ഫാക്റ്റ്. എന്നിട്ടും അത് അവളുടെ ഫേവററ്റ് എപ്പിസോഡായി മാറി. ഷീസ് നൈസ്. ജെയ്ഡിന് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യാൻ പോകുന്നത്? അവൻ കണ്ടെത്തിയ രക്ഷാമാർഗം എന്താണെന്നറിയാൻ നമ്മൾ ഇനിയും കാത്തിരിക്കണം. എങ്ങനെയൊക്കെ ആയാലും അവൻ ആ ഇരുണ്ട ടണലിലേക്ക് വീണ്ടും പോകേണ്ടി വരും. അന്നൊരിക്കൽ പോയപ്പോൾ അവിടെ വെച്ച് കണ്ട 7 കല്ലുകൾക്ക് നടുവിലായി ഇപ്പോൾ കാണിച്ചിട്ടുള്ള ശവക്കല്ലറ അവൻ കണ്ടെത്തേണ്ടി വരികയും ചെയ്യും. ചിലപ്പോൾ ആ കല്ലറയ്ക്കുള്ളിൽ കുട്ടികൾ അസുഖം വല്ലതും കാണുമായിരിക്കും. അത് തടാകത്തിലേക്ക് ഒഴുക്കുന്നതായിരിക്കുമോ എല്ലാത്തിൻ്റെയും അവസാനം എന്ന് നമുക്ക് സംശയിക്കാം. ഒന്നുമില്ലെങ്കിലും ബലിക്കാക്കകൾക്ക് വരെ പ്രാധാന്യമുള്ളൊരു സീരീസ് അല്ലേ? ജെയ്ഡ് എന്ത് ചെയ്താലും അത് വളരെ രഹസ്യമായി മറ്റാരും അറിയാതെ ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ പറയുന്ന ഘട്ടങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജെയ്ഡിന് തെറ്റുപറ്റിയാൽ അവൻ്റെ മുൻ ജന്മങ്ങൾക്ക് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യർ അവനും ടൗണും ആൺകുട്ടികളും തമ്മിലുള്ള കണക്ഷൻ അറിഞ്ഞ് ക്രൂരമായി കൊലപ്പെടുത്തും എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. കാരണം അങ്ങനെയാണ് ഇവിടെ കാലചക്രം തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ഒരു സീനിൽ മനസ്സിലായി. ഇവിടെ ജെയ്ഡ് തുടക്കം മുതൽ കണ്ടുകൊണ്ടിരുന്ന വിഷൻസ്, ക്രിസ്റ്റഫറെ കൂടാതെ ആ പട്ടാളക്കാരൻ, സെറ്റിൽമെൻറ്റിലെ കൊളോണിയൽ മനുഷ്യൻ, നിലവറയിലായി പാറയ്ക്ക് താഴെ കിടന്ന ആ മനുഷ്യൻ, ഇവരെല്ലാം അവന് തന്നെ പൂർവ്വ ജന്മങ്ങളായിരുന്നു. എന്നാൽ ഇത്ര ഭയാനകമായി കണ്ടതിന് കാരണം അവരെല്ലാം മരിച്ച രീതിയെ അതിലൂടെ തിരിച്ചറിയിക്കാൻ വേണ്ടിയായിരുന്നു. ഈ ഒരു റെവലേഷൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? സത്യം പറഞ്ഞാൽ ഈ ഒരു സംഭവം നിങ്ങളെ കാട്ടാനായിട്ട് ഞാൻ ഒരു കൊച്ചി ഈസ്റ്റർ എഗ് ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് 4ൻ്റെ പ്രൊമോ ബ്രേക്ക് ഡൗൺ വീഡിയോയുടെ അവസാനം, ഏറ്റവും അവസാനം എൻകാർഡും കഴിഞ്ഞ് നോക്കിയാൽ നിങ്ങൾക്ക് അതും കാണാം. ചുമ്മാ രസം. ഇവരിത്രയും ജെയ്ഡിൻ്റെ മുൻഗാമികളാണെന്ന് കൺഫേം ആയ സ്ഥിതിക്ക് മുൻപ് മറ്റൊരു സാഹചര്യത്തിൽ സെല്ലാറിലായി ഒരു അസ്ഥികൂടം കണ്ട ഓർമ്മയില്ലേ? നീല ഷർട്ട് ധരിച്ചത്. അതിപ്പോൾ ആരാണെന്ന് നിങ്ങൾക്ക് തോന്നണേ? ടൗണിലെ ജനങ്ങളാൽ അവരെല്ലാം കൊല്ലപ്പെട്ടപ്പോൾ ഇനി ജെയ്ഡിൻ്റെ ഊഴമാണ്. കുട്ടി ജെയ്ഡ് പറഞ്ഞത് ശ്രദ്ധിച്ചോ? ഈ ടൗണുമായി ആത്മീയ ബന്ധമുള്ള കാര്യം ജനങ്ങൾ അറിഞ്ഞാണ് അവരെല്ലാം കൊലപ്പെടുത്തിയത്. ഇനി നിലവിൽ ഇപ്പോൾ ടൗണിലുള്ള ജനങ്ങൾ ഇതറിഞ്ഞാലും ജെയ്ഡിൻ്റെ വിധി മറ്റൊന്നാവില്ല. എന്നാൽ അവനേക്കാളും മോശമായിരിക്കും തബീത്തയ്ക്ക് സംഭവിക്കാൻ പോവുക എന്ന് പറയുന്നുണ്ട്. അത് വളരെ സത്യമാണ്. കാരണം അവളുടെ ഒരു പൂർവ്വജന്മമായ മിറാണ്ടയുടെ അന്ത്യം നമ്മൾ കണ്ടതാണ്. മോൺസ്റ്ററാൽ കൊല്ലപ്പെട്ടതും ടൗണിലെ മറ്റൊരു എൻറ്റിറ്റി മാൻ ഇൻ യെല്ലോയെ വന്ന് അവളെ ഭക്ഷിച്ചതും. എന്നാലും ബോയ്ഡിൻ്റെയും ജെയ്ഡിൻ്റെയും ഈ ഒരു മിഷൻ പണ്ടേ മിറാണ്ട അവളുടെ സങ്കല്പത്തിൽ വരച്ചത് എന്ത് അത്ഭുതമാണെന്ന് നോക്കണേ. ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷേ നാട്ടുകാരെല്ലാം ഇവിടെ രഹസ്യം അറിയാനുള്ള സാധ്യത അടുപ്പം നിലനിൽക്കുന്നുണ്ട്. എങ്ങനെയെന്നല്ലേ? സെറ്റിൽമെൻറ്റ്സിലെ കുടിലിൽ വെച്ച് തബീത്ത ആ ഒരു മൂളിപ്പാട്ട് കേട്ടിട്ട് പലതും ഓർത്തെടുത്ത് പറയുമ്പോൾ ഡോണയ്ക്കും മെല്ലിസിനും മാത്രമാണ് അത് കൃത്യമായി മനസ്സിലാവുന്നത്. കാരണം ആ കൂട്ടത്തിൽ അവർക്ക് രണ്ടുമേ അറിയൂ തബീത്തയുടെ ടോണുമായുള്ള ആ ആത്മീയ ബന്ധവും കണക്ഷനും ഒക്കെ. കൂടുതലുള്ള പാറ്റിക്കും റോജർക്കും എന്തിന് ഈതന് പോലും ഇക്കാര്യം അറിയില്ല. ചെക്കനറിഞ്ഞാലും അത് രഹസ്യമാക്കി വയ്ക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ മറ്റു 2 പേർ, റോജർ മരണപ്പെട്ടതോടെ ആ സാധ്യത ക്ലോസായി. എന്തായാലും പാറ്റി എന്തായാലും തിരികെ എത്തുമ്പോൾ നടന്നതിനെക്കുറിച്ച് കോളനി ഹൗസിലുള്ളവരോട് പറയും. മൂളിപ്പാട്ട് കേട്ടുള്ള തബീത്തയുടെ വിചിത്രമായ സംസാരവും അവൾ ആ ടോട്ടം വെച്ച് സ്കേർക്കോയെ കൊന്നതൊക്കെ എങ്ങനെയാണെന്ന ചോദ്യം വന്നാൽ പിന്നെ രക്ഷയില്ല. പുനർജന്മ സത്യങ്ങളൊക്കെ നാട്ടുകാരെ മൊത്തം അറിയും. ടോട്ടത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സെറ്റിൽമെൻറ്റ്സിലെ ലോങ് ലാസ്റ്റിംഗ് മിസ്റ്റേക്കും ഇവിടെ ഒരു പരിഹാരമായി. അന്ന് ജിമ്മും കെന്നിയും ഇവിടേക്ക് എത്തിപ്പെട്ടപ്പോൾ തുടങ്ങിയ സംശയമായിരുന്നു എന്തിനാണ് അവിടെ ഇത്തരം കോലങ്ങൾ കുത്തിവെച്ചിരിക്കുന്നതെന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ? ആ തടാകത്തിൽ തളച്ചിട്ടിരിക്കുന്ന ഈ ഭീമൻ പാവുകൾ കരയിലേക്ക് എത്തിയാൽ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയുള്ള രക്ഷാമാർഗമായിരുന്നു അത്.
ജെയ്ഡ് വരച്ചതിൻ്റെ ചിത്രം കണ്ടായിരുന്നു തബീത്തയ്ക്ക് പല മെമ്മറീസും ഓർമ്മ വന്ന് തുടങ്ങിയത്. അവളുടെ പൂർവ്വജന്മത്തിലെ വെർഷൻ റെഡ് സ്റ്റോൺസിന് പിന്നിൽ ഒളിച്ചതും പെട്ടെന്ന് എന്തുകൊണ്ട് അലറി കരഞ്ഞതും അപ്പോൾ ഈ ഭീമൻ പാവയെ കണ്ടിട്ടായിരുന്നു. അന്ന് പക്ഷേ അത് പകൽ സമയമാണ്. ഇതിനുശേഷമായിരിക്കാം അന്നത്തെ ആളുകൾ ഈ പാവകളെ കയറിലായി കൂട്ടിക്കെട്ടി തടാകത്തിന് നടുവിലേക്ക് തളച്ചിട്ടത്. എല്ലാവർക്കും പരാതിയായിരുന്നു, നോ ആൻസേഴ്സ് ഓൺലി ക്വസ്റ്റ്യൻസ് ആൻഡ് മിസ്റ്ററീസ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിപ്പോൾ എത്ര ഉത്തരങ്ങൾ നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് മാത്രം കിട്ടിയെന്ന് നോക്കിയേ. ജെയ്ഡിൻ്റെ വിഷൻസും സെറ്റിൽമെൻറ്റ് സീക്രട്സും എന്തിന് ടൗണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ക്ലൂ വരെ ലഭിച്ചു. എന്നാൽ അപ്പോഴും ഈ എപ്പിസോഡ് ഉത്തരം പ്രതീക്ഷിച്ച ഒരു ചോദ്യം ബാക്കി. ജിമ്മും കെന്നിയും ഇരുന്നപ്പോൾ രാത്രി കേട്ട ആ ശബ്ദം ആരുടേതാണ്? ഇനി ജൂലി എങ്ങാനും സ്റ്റോറി വാക്കിംഗ് നടത്തി എത്തിയായിരിക്കുമോ? എല്ലാ നികടതകൾക്കും ഇനി നമ്മൾ ജൂലിയെ സംശയിക്കേണ്ടി വരും അല്ലേ? എന്തായാലും ഡോണ അമ്മായി മരിച്ചില്ല. റൈറ്റേഴ്സിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിരുന്നു അതെന്നതിൽ വളരെ സന്തോഷം. അപ്പോൾ നമ്മുടെ പല തിയറികളും മുമ്പത്തെ ബ്രേക്ക് ഡൗൺ വീഡിയോകളിലെ ചില കാര്യങ്ങളൊക്കെ ശരിയായി വന്നതിൽ നമുക്ക് പെരുത്ത സന്തോഷം. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്പുകളാണ് ഇനി വരാൻ പോണത്. എന്തായാലും നിങ്ങളുടെ ഈ എപ്പിസോഡ് കണ്ടപ്പോഴുണ്ടായ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പങ്കുവയ്ക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇവിടെയും അവനൊരു സഹായമായി എത്തുന്നത് വയലിലുമായി നിൽക്കുന്ന ഈ ബാലനാകാം. ജെയ്ഡിനറിയുന്ന ഒരു വയലിൻ സംഗീതം വായിക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റി ആ ചെക്കൻ്റെ ഗൈഡൻസിലൂടെ രഹസ്യങ്ങൾ കണ്ടെത്തുന്ന വലിയ സീക്രട്സുമാകാം ഇത്. ഈ ഒരു ഷോട്ടിൽ ജെയ്ഡിൻ്റെ ടീഷർട്ടിൽ എന്തോ പറ്റിയിരിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ വെയിലത്ത് നിന്നതിൻ്റെ ആയിരിക്കും. ഈ വയലിൻ വായിച്ചിട്ട് മാനിൻ യെല്ലോ വരെ ഇംപ്രസ് ചെയ്യിച്ച മുതലാണ് ജെയ്ഡ് എന്നറിയാമല്ലോ. ഇപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് വാട്ട്സ് ഓൺ യുവർ മൈൻഡ്? യെസ്, അത് തന്നെ എനിക്കും തോന്നുന്നത്. ജെയ്ഡിൻ്റെ മറ്റൊരു ജന്മം, മറ്റൊരു വേർഷൻ ആയിരിക്കാം ഈ ബോയ് ഇൻ ബ്ലൂ. അവന് തന്നെ മറ്റൊരു ജന്മമാണ് ഇടയ്ക്ക് വെച്ച് സെറ്റിൽമെൻറ്റിൽ കണ്ട ആ കണ്ണിൽ കത്തിയറച്ച ആളെന്ന് ഏകദേശം ഉറപ്പാണ്. ആങ്കുയി റിമെമ്പർ എന്ന് പറഞ്ഞ് ഒരു തലയൊട്ടിയിലായി ചോരയും കൊണ്ടടുത്തേക്ക് വരുന്നതും ആ ചോര കുടിക്കുന്നതായി കാണിക്കുന്നതൊക്കെ കണ്ടിട്ട് ഇനി ജെയ്ഡ് ആ ബ്ലഡ് മേടിച്ച് കുടിച്ചാൽ സകല ഓർമ്മകളും വരുമെന്നുള്ളത് കൊണ്ടാണ്. രക്തത്തിൽ പൂർവികരുടെ ഓർമ്മകൾ വരെ ഉണ്ടെന്നുള്ള വിശ്വാസങ്ങളുണ്ട്.